നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. 2027 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച് ആ കിരീടത്തിൽ മുത്തമിടണം. അയാൾ ഒരുപാട് കൊതിച്ചതാണത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലുമായിരുന്നു. അതിനിടക്കാണ് ഇപ്പോൾ അയാളെ ക്യാപ്റ്റൻസിയിൽ നിന്നും മാറ്റിയിരിക്കുന്നതെന്നും മാത്രമല്ല കൃത്യമായ വ്യക്തമായ സൂചനയും കൊടുത്തിരിക്കുന്നു. ഓൺലി പെർഫോമൻസിൻ്റെ ബേസിൽ മാത്രമേ മുന്നോട്ട് പോക്ക് നടക്കൂ. ഡൊമസ്റ്റിക് ക്രിക്കറ്റൊക്കെ കളിക്കണം, അല്ലെങ്കിൽ ഇനി ഇന്ത്യൻ ടീമിലേക്ക് പരിഗണിക്കില്ലെന്ന് പറഞ്ഞു വരുന്ന രോഹിത് ശർമ്മയുടെ കാര്യമാണ്. രോഹിത് ശർമ്മയുടെ കട്ട ചങ്കാണല്ലോ അഭിഷേക് നായർ. അഭിഷേക് നായർ പറഞ്ഞ വാക്കുകൾ സ്റ്റാർ സ്പോർട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, രോഹിത് ശർമ്മ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് സെഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ഈ ഓസീസ് പര്യടനത്തിനായിട്ട് അദ്ദേഹം പ്രാക്ടീസ് സെഷൻ ആരംഭിച്ചിരുന്നല്ലോ. ആ പ്രാക്ടീസ് സെഷൻ ആരംഭിക്കുമ്പോൾ Rohit was looking the 2027 World Cup and really wanted to win it and make India feel proud. 2027 വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ വേൾഡ് കപ്പ് കളിച്ച് വിജയിച്ച് ഇന്ത്യയെ അഭിമാനം കൊള്ളിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അത്തരം ഒരു ലക്ഷ്യത്തിലാണ് അദ്ദേഹം വീണ്ടും പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഓസ്ട്രേലിയക്കെതിരെയുള്ള പര്യടനത്തിന് ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ കോഹ്ലിയും രോഹിത്തുമുണ്ട്. പക്ഷെ ക്യാപ്റ്റൻസിയിൽ നിന്ന് രോഹിത്തിനെ മാറ്റിയിട്ടുണ്ട്. അത് ക്യാപ്റ്റൻസി എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ ഒന്നുമല്ല. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ച ആ ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ODI ക്രിക്കറ്റിൽ ഏറ്റവും അധികം വിന്നിംഗ് പെർസെൻറ്റേജുള്ള ക്യാപ്റ്റനാണ് അദ്ദേഹം. എന്നിട്ടും ആ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ മെസ്സേജാണ്. ഇപ്പോൾ ഇനി ഡൊമസ്റ്റിക് കളിച്ചൊക്കെ തെളിയിക്കണമെന്ന് പറയുന്നത് ആരോടാ നോക്കണം. വിരാട് കോഹ്ലിക്ക് ഏകദിനത്തിലെ റൺസ് എത്രയാണെന്നറിയാമോ? 14,181. രോഹിത് ശർമ്മയുടെ ODI റൺസ് എത്രയാണെന്നറിയാമോ? 11,168. സോ BCCI എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഇവർ കളിച്ചിനിയും തെളിയിക്കണം, ടീമിൽ നിലനിൽക്കണമെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് വ്യക്തമാവാത്തത്. അപ്പോൾ ഈ 50 ഓവർ മത്സരങ്ങളിൽ ഇനി ഇവർക്ക് സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് ഇവിടെ തെളിഞ്ഞത്. 2027 വേൾഡ് കപ്പിനുള്ള പ്ലാനിൽ രോഹിത്തും കോഹ്ലിയുമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ നമുക്കറിയാമല്ലോ, കൃത്യമായിട്ട് അജിത് അഗാർക്കർ പറയുകയുണ്ടായി, വേൾഡ് കപ്പിൽ ഇവരുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞു നോക്കണം, ഐ ഡോണ്ട് തിങ്ക് വി നീഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് ടുഡേ. നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് ഈ രണ്ടുപേരുടെ ഭാവിയെക്കുറിച്ച് പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പം ഈ ഒരു ഫോർമാറ്റ് കളിക്കുമ്പോൾ അറ്റ് ദി മൊമെൻറ്റ് നമ്മളിപ്പോൾ കളിക്കാനുള്ള ടീമെ പിക്ക് ചെയ്തിട്ടുള്ളൂ. 2027 വേൾഡ് കപ്പിൻ്റെ കാര്യം അപ്പോൾ നോക്കാം എന്ന് തന്നെയാണ് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ വാക്കുകൾ കൂടി ഒന്ന് നോക്കണം. എല്ലാവർക്കും നമ്മൾ കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കൂടി കളിക്കണം. അതായത് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം ടീമിൽ നിൽക്കണമെങ്കിൽ. ടെസ്റ്റ് കളിക്കുന്നില്ല, T20 കളിക്കുന്നില്ല, അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കാതെ കുറേ സമയം പുറത്തിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കണം, പിന്നെ ODI ടീമിലേക്കൊക്കെ പിക്ക് ചെയ്യണമെങ്കിൽ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പറയുമ്പോൾ കോഹ്ലിയും ഇനിയിപ്പോൾ രോഹിത്തും ഒക്കെ ഇനിയും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് തെളിയിച്ചിട്ട് വേണമോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഭാവിയിലേക്ക് ഈ രണ്ട് താരങ്ങളെയും ഇന്ത്യൻ ടീം അങ്ങനെ പരിഗണിക്കാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന തന്നെയായിട്ടാണ് പ്രമുഖ ക്രിക്കറ്റ് നിരീക്ഷകർ ഇപ്പോൾ ഇതിനെ കാണുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രോഹിത്തിനോട് എന്നാണ് അഗാർക്കർ ഇന്നലെ വിശദീകരിക്കാൻ ശ്രമിച്ചത്. ഈ ഡെഫിനിറ്റീവായിട്ട് നിങ്ങളിതാ മാറ്റാൻ പോകുന്നു എന്ന തരത്തിൽ പറഞ്ഞോ എന്ന കാര്യത്തിൽ തർക്കങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞത്, ഐ മീൻ ദാറ്റ്സ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മീ ആൻഡ് രോഹിത്, ബട്ട് ലൈക്ക് ഐ സെഡ് ഏർലിയർ ഇറ്റ്സ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചില ക്രിക്കറ്റ് നിരീക്ഷകർക്ക് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത മാസങ്ങൾക്ക് മുമ്പ് തന്നെ രോഹിത്തിനെ മാറ്റി ഗില്ലിനെ ക്യാപ്റ്റനാക്കണം എന്നുള്ള ഡിസ്കഷൻസ് തിങ്ക് ടാങ്ക്സിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇംഗ്ലണ്ടിൽ ഇവർ അദ്ദേഹത്തിൻ്റെ കീഴിൽ, ഗില്ലിൻ്റെ കീഴിൽ ഇന്ത്യ ടെസ്റ്റിൽ നല്ല പെർഫോമൻസ് നടത്തുന്നത്. അപ്പോൾ അതിനുള്ള അരങ്ങൊരുങ്ങുകയും ചെയ്തു. പിന്നെ നേരെ അങ്ങ് അദ്ദേഹത്തെ ക്യാപ്റ്റനായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ആകാശ് ചോപ്ര പറഞ്ഞൊരു കാര്യം കൂടി നോക്കണം. രോഹിത്തും കോഹ്ലിയും ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കേണ്ടതുണ്ടായിരുന്നില്ല. അവർ കളി തുടരണമായിരുന്നു. അവർക്ക് ഇനിയും അതിനുള്ള കെൽപ്പുണ്ട്, കപ്പാസിറ്റി ഉണ്ട്.
അപ്പോൾ അത് തന്നെ ഒരു ഞെട്ടിക്കുന്ന തീരുമാനമായിരുന്നു. പിന്നെ ബാക്കി അതിൻ്റെ പിന്നാലെ എന്തായാലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നതും. ഇവരില്ലെങ്കിലും ടീം മുന്നോട്ട് പോകും, ആ ഒരു ട്രാൻസിഷൻ സ്വാഭാവികമായിട്ടും നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ടീമിൻ്റെ അധികൃതർ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 2027 വേൾഡ് കപ്പിന് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അങ്ങോട്ടേക്ക് ഈ രണ്ട് താരങ്ങളെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ പിന്നെ നല്ല രൂപത്തിൽ പെർഫോം ചെയ്ത് ടീമിൽ നിലനിന്ന് പോകണം. അത് അവരുടെ മേൽ അവർ തന്നെ പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുന്ന പോലെയാണ്. എന്തായാലും എന്ത് സംഭവിക്കും അവരുടെ ഭാവിയിൽ എന്നുള്ളത് കണ്ടറിയണം. ഒരു പക്ഷേ ഇപ്പം ഈ ഓസ്ട്രേലിയക്കെതിരെയുള്ള സീരീസ് അത് കഴിഞ്ഞാൽ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക സീരീസ് വരുന്നുണ്ട്. സോ ആ ഒരു മത്സരങ്ങൾ കൂടി കളിച്ചതിന് ശേഷം ഇവർ വിട പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഏകദിന പരമ്പര 3 ഒക്ടോബർ 19 ഒക്ടോബർ 23 ഒക്ടോബർ 25 ആ മത്സരങ്ങൾ. അതിനുശേഷം അവിടെ T20 കളിച്ചിട്ട് പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയാണ്. അവിടെയും ഏകദിന മത്സരങ്ങൾ 3 ആദ്യ ഏകദിനം വരുന്നത് നവംബറിലാണ്. അപ്പോൾ വീണ്ടും ഇവരെ പിക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം എന്ത് എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്ന. ഒരു പക്ഷേ ഇന്ത്യൻ മണ്ണിൽ അവസാനമായിട്ട് ആ പരമ്പര കൂടി കളിച്ചുകൊണ്ട് അവർ വിരമിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറൻസ് എടുത്താം.